പോപ്പിന്റെ ആഫ്രിക്കൻ സന്ദർശനം, ഹംഗറിയിലെ തെരഞ്ഞെടുപ്പ്, ഇസ്രായേലിനെ അപലപിക്കുന്ന 11 രാജ്യങ്ങൾ എന്നിവയാണ് ഇത്തവണത്തെ വേൾഡ് ഇൻ വേർഡ്സ് വിശേഷങ്ങൾ. ട്രംപ് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സമാധാനത്തോടെയും ധീരതയോടെയും പ്രതികരിച്ച അമേരിക്കക്കാരനായ ഇപ്പോഴത്തെ പോപ്പ് ലിയോ തൽക്കാലം ഇപ്പോൾ ഒരു യാത്ര പോയിരിക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് എതിരാളി, ആരാണ് ശത്രു, ആരാണ് മിത്രം എന്നൊന്നുമില്ല. തന്റെ ചെയ്തികൾക്കെതിരെ സംസാരിക്കുന്നത് ആരായാലും വായിൽ തോന്നിയതൊക്കെ അവരെ കുറിച്ച് ട്രംപ് വിളിച്ചു പറയും. അങ്ങനെയാണ് ഇപ്പോൾ കത്തോലിക്കക്കാരായ ലക്ഷങ്ങളുടെ ആത്മീയ പുരുഷനായ ലിയോ 16 മാർപ്പാപ്പയ്ക്കെതിരെയും അദ്ദേഹം സംസാരിച്ച് കളഞ്ഞത്. അൾജീരിയ വഴി, കാമറൂൺ വഴി, അങ്കോള വഴി, ഘാന വഴിയൊക്കെയാണ് യാത്ര. 10 ദിവസത്തെ പരിപാടിയാണ് ഈ യാത്ര. യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് പലതും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും വിശ്വാസവും മതവും ചരിത്രവും രാഷ്ട്രീയവും ഒക്കെ ഇതിലുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അൾജീരിയയിലെ പള്ളി സന്ദർശിച്ച് വിവിധ മതവിശ്വാസികൾ തമ്മിലുണ്ടാവേണ്ട ചർച്ചകളെക്കുറിച്ചും മനുഷ്യന്റെ വേദന അകറ്റാൻ ഒരുമിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞ പോപ്പ് ഇതെന്തിനുള്ള പുറപ്പാടാണ് എന്ന് അത്ഭുതം കൂറിയവർ അമേരിക്കയിൽ മാത്രമല്ല ഉള്ളത്. അദ്ദേഹം അവിടെ ഷൂ അഴിച്ചു വെച്ച് കയറിയതും സന്ദർശകർക്കായുള്ള ഗോൾഡൻ പുസ്തകത്തിൽ എഴുതിയതും ദൈവത്തിന്റെ ഇടമായി പള്ളിയെ വിശേഷിപ്പിച്ചതും ഒന്നും ചിലർക്ക് അത്ര കണ്ട് ദഹിച്ചിട്ടില്ല. അത്യുന്നതന്റെ കാരുണ്യം കുലീനരായ അൾജീരിയൻ ജനതയെയും മുഴുവൻ മനുഷ്യ കുടുംബത്തെയും സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും നിലനിർത്തട്ടെ എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയത്. മനുഷ്യരെ വിഭജിക്കുകയും അവർക്ക് വേദനയും മരണവും മാത്രം നൽകുകയും ചെയ്യുന്ന യുദ്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ വെച്ച് സംസാരിച്ചത്. യുദ്ധം എന്ന് ആർത്തു വിളിക്കുന്ന ട്രംപിനും കൂട്ടാളികൾക്കും മാത്രമല്ല മറ്റു പലർക്കും ഈ പ്രസ്താവനകൾ ബേജാറാണ് നൽകുന്നത്. പോപ്പിന്റെ പ്രസ്താവന പുറത്തു വന്ന് അല്പം കഴിഞ്ഞപ്പോഴേക്കും ട്രംപ് ഇതിനെതിരെ രംഗത്തു വന്നതും ലോകം കണ്ടു. നമ്മുടെ നഗരങ്ങളിൽ കുറ്റകൃത്യങ്ങൾ നടന്നോട്ടെ എന്ന് പറയുന്ന ഒരു പോപ്പിനെ നമുക്ക് ആവശ്യമില്ല. ആണവായുധങ്ങൾ നിർമ്മിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു പോപ്പിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പോപ്പിന്റെ ഒരു വലിയ ആരാധകനൊന്നുമല്ല. ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. യുദ്ധത്തെ വിമർശിച്ച് പോപ്പ് സംസാരിച്ചത് അദ്ദേഹത്തിന് തീരെ രസിച്ചിട്ടില്ല എന്നർത്ഥം. എന്നാൽ താൻ ഇനിയും യുദ്ധത്തിനെതിരെ സംസാരിക്കുമെന്നും തനിക്ക് ട്രംപ് ഭരണകൂടത്തെ ഭയമില്ലെന്നും തന്റെ വാക്കുകൾ രാഷ്ട്രീയമായി വിലയിരുത്തേണ്ടെന്നും സുവിശേഷത്തിലുള്ളതേ താൻ പറയുന്നുള്ളൂ എന്നുമായിരുന്നു പോപ്പ് ഇതിനോട് പ്രതികരിച്ചത്. ലോകത്ത് ഒരുപാട് പേർ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ഒട്ടനവധി നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട്, യുദ്ധമല്ലാതെ വേറെയും സാധ്യതകളുണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് നിന്ന് പറയണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നും പോപ്പ് കൂട്ടിച്ചേർത്തു. ഇതും പോരാതെ ട്രംപിന് ഒരു ഉപദേശം കൊടുക്കാനും പോപ്പ് മറന്നില്ല. ഭരിക്കുക എന്നതിനർത്ഥം പൗരന്മാർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നതുകൂടിയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവരുടെ അറിവിനെയും കഴിവിനെയും ബഹുമാനിക്കുക എന്നതുകൂടിയാണ് അത്. കാമറൂണിലേക്കുള്ള പോപ്പിന്റെ വരവ് വളരെ പ്രതീക്ഷയോടെയാണ് അവിടുത്തുകാർ വിലയിരുത്തുന്നത്. ഇദ്ദേഹത്തിന്റെ വരവ് വെറുതെയുള്ള ഒന്നായിരിക്കുകയില്ലെന്നും നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം സംസാരിക്കുമെന്നും സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നേക്കാമെന്നും അന്നാട്ടുകാർ പ്രത്യാശിക്കുന്നുണ്ട്. ട്രംപിന്റെ ആത്മീയ ഉപദേശകയായ പോള വൈറ്റ് ഇതൊന്നും കാര്യമാക്കേണ്ട എന്നാണ് ട്രംപിനെ ഇന്നും ഉപദേശിക്കുന്നത്. വിചാരണ ചെയ്യപ്പെടുകയും കുരിശിലേറ്റപ്പെടുകയും ചെയ്ത യേശുവിന്റെ അതേ അവസ്ഥയിലൂടെയാണ് ട്രംപും കടന്നു പോകുന്നത് എന്നാണ് വൈറ്റിന്റെ കണ്ടെത്തൽ. അതിലൊന്നും തളരരുത് എന്നും അവർ ഉപദേശിക്കുന്നു. നിലവിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണല്ലോ. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാവാൻ ഇടയുമില്ല. ചർച്ചയ്ക്കായി അമേരിക്ക പറഞ്ഞയച്ചത് വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ആയിരുന്നു. ചർച്ചയുടെ ഓരോ ഘട്ടത്തിലും വാൻസ് ട്രംപിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് നെതന്യാഹുവിനെയും വിളിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഉദാര ജനാധിപത്യത്തിന്റെ വക്താവ്, യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിരുന്ന ആൾ, ട്രംപിന്റെ സ്വന്തക്കാരൻ, അതൊക്കെയായിരുന്നു ഹംഗറിയുടെ പ്രധാനമന്ത്രിയായിരുന്ന വിക്ടർ ഓർബൻ. പറഞ്ഞിട്ടെന്ത്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ സംഗതികൾ കൈവിട്ടുപോയി. അദ്ദേഹം തോറ്റു. അമേരിക്കയും റഷ്യയും യൂറോപ്യൻ യൂണിയനും ഒക്കെ നന്നായി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു അത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നേരിട്ട് വന്ന് തങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ച ആളായിരുന്നു ഓർബൻ. അതും പോരാഞ്ഞൊരു റാലിയിൽ ട്രംപിന്റെ ആശംസകൾ സ്പീക്കറിൽ ഇട്ട് ജനത്തെ കേൾപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും കഷ്ടം. 16 കൊല്ലത്തിനിടക്ക് ആദ്യത്തെ തോൽവി. പീറ്റർ മഗ്ഗർ നയിക്കുന്ന ടിസ പാർട്ടിയാണ് ഭൂരിപക്ഷം നേടിയത്. അതും 2/3 ഭൂരിപക്ഷം. 2024 ഭരണകൂടത്തോട് പ്രതിഷേധം രേഖപ്പെടുത്തി സർക്കാരുമായി ബന്ധപ്പെട്ട സകല ജോലികളും രാജിവെക്കുകയും വിക്ടറിന്റെ പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയും ചെയ്ത ശേഷമാണ് മഗ്ഗർ ടിസ പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എന്തു വില കൊടുത്തും അധികാരം സംരക്ഷിക്കാനുള്ള ഭരണകക്ഷിയുടെ തരംതാണ കണികൾ തുറന്നു കാണിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രവർത്തനം. പിന്നീട് ഹംഗറിയുടെ ഗ്രാമങ്ങളിലൂടെ അദ്ദേഹം പ്രവർത്തനം സജീവമാക്കി. പ്രതിപക്ഷ കക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകുകയും അവരൊന്നിപ്പിക്കുകയും ചെയ്തു. 16 കൊല്ലം
അത്യാവശ്യം കാര്യപ്പെട്ട സംഗതികളൊക്കെ വിക്ടർ ഹംഗറിയിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഹംഗറിയുടെ ഭരണഘടന തിരുത്തിയെഴുതി, നീതിന്യായ സംവിധാനത്തെ പുനഃക്രമീകരിച്ചു, മാധ്യമങ്ങൾക്കുമേൽ നിയന്ത്രണം കൊണ്ടുവന്നു, ഇഷ്ടക്കാരെ കൊണ്ട് സകല മേഖലകളും നിയന്ത്രണത്തിലാക്കി. വലതുപക്ഷ ദേശീയതയും ഉദാരതയും കൊണ്ട് ഹംഗറിയെ ശോഭനമാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അവസാനം ഹംഗറി പേരിൽ മാത്രം ഒരു ജനാധിപത്യ രാജ്യമായി മാറി. തെരഞ്ഞെടുപ്പുകളും പ്രചാരണങ്ങളും നടക്കും, ശക്തമായ മത്സരവും നടക്കും, പക്ഷേ ഭരണകക്ഷി തന്നെ ജയിക്കും. ഇതായിരുന്നു അവസ്ഥ. ഓർബനും അദ്ദേഹത്തിന്റെ പാർട്ടിയും നിയന്ത്രിക്കുന്ന ജുഡീഷ്യറിയും ഭരണഘടനാ കോടതിയുമൊക്കെ ഇനി മഗ്യറിന്റെ കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമെന്നതാണ് കാണാനിരിക്കുന്നത്. ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ കിഴക്കൻ ജെറൂസലേമിലെ കേന്ദ്രം തകർത്ത ഇസ്രായേലിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. ബെൽജിയം, കാനഡ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ഐസ്ലാൻഡ്, അയർലൻഡ്, ജപ്പാൻ, നോർവേ, പോർച്ചുഗൽ, സ്പെയിൻ, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഒന്നിച്ചാണ് മുൻപൊരിക്കലുമില്ലാത്ത ക്രൂരത എന്ന വിശേഷണത്തോടെ ഇസ്രായേലിന്റെ ചെയ്തിക്കെതിരെ പ്രതിഷേധിച്ചത്. നന്ദി.